അപ്പോൾ ഞാൻ കയറി ഈസിയായിട്ട് ഫ്ലാഷ് ഷൂട്ട് ചെയ്യുന്നത് നോക്കണ്ട. വെൽക്കം ബാക്ക് ടു മീ ചാനൽ. ഇന്ന് സ്ക്രാംബ്ലർ 440 എന്നുള്ള വണ്ടി ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ തോന്നുന്നത് മുമ്പേ ഉള്ള വണ്ടിയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും, പക്ഷേ അതല്ല സംഭവം, ഇത് വേറെയാണ്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷേ അത് സ്ക്രാംബ്ലർ 411 ഇത് സ്ക്രാംബ്ലർ 440 ആണ്. അതും തമ്മിൽ കമ്പയർ ചെയ്യാനാണെങ്കിൽ ആ വണ്ടി ഞാൻ ഇപ്പോൾ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്നാണ് ഈ മോഡൽ മാത്രമാണ് ഞാൻ നേരിട്ട് കാണാൻ പോകുന്നത്. പിന്നെ അത് ലോഞ്ച് ഡേറ്റ് ആണ്. ഞാൻ കിളിമാനം അമ്പയ മോട്ടോഴ്സിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോൾ അപ്പോൾ ഞാൻ വെച്ച് ഇവിടെ നിന്ന് ഒരു ഇൻട്രോ കാലൊക്കെ എടുത്തിട്ട് പോകാമെന്ന്. അപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വാക്കൗണ്ട് റിവ്യൂ കൂടെ തട്ടിക്കൂടണമെന്നുണ്ട്, പക്ഷേ അതെന്തോ നടക്കുമെന്നറിയാം. എന്തായാലും ഞാൻ പോക്കറ്റിൽ മൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നൊരു റൈഡ് റിവ്യൂ വരില്ല. ഇന്നിപ്പോൾ അവിടെ ലോഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ പട്ടീനെയൊക്കെ ഞാൻ രാവിലെ കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് പിടിച്ച് കെട്ടിയിടണം. ഞാൻ ഇതിനു മുമ്പ് ഒരു ട്രെയിലറൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ വരുന്നോ ഇല്ലേ എന്ന്. പിന്നെ തമ്മിലും ആ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കും. മുടിയും കാര്യങ്ങളും നോക്കണ്ട. ഞാൻ ഹെൽമെറ്റ് വെച്ചതിന് ശേഷം പിന്നെ എടുക്കുമ്പോൾ നോക്കുമ്പോൾ കറുത്തിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ സെറ്റ് വെച്ചേക്കാണ്. അവന് പോണതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ കുറച്ച് കുഴപ്പമാണ്. ആദ്യം ഇത് വീഡിയോയിൽ കാണിക്കണമെങ്കിൽ മിണ്ടായി. ഇതാണ് നമ്മളെ മെയിൻ പട്ടിക്കുട്ടി. ഇത് ഇനി ഇവളെ പിടിച്ച് കെട്ടിയിടണം. വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്യണം. 5 മണിക്കോടെ എത്തിയാൽ മതി. താമസിച്ച് വിളിച്ചുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ എന്നെ കാണിച്ച ക്ലിപ്സൊക്കെ അവിടെ ഉള്ള ഹരി എന്ന് പറഞ്ഞ ബ്രോ ഉണ്ട്. ആ ചേട്ടനെ കൊണ്ടുവേണം ഇനി എടുപ്പിക്കാൻ വേണ്ടി. ചേട്ടനല്ല, എൻ്റെ സെയിം പ്രായമാണ്. അപ്പോൾ എന്നാൽ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് സെറ്റായി പട്ടീനെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് പിന്നെ ക്യാമറ എടുക്കുന്നില്ല, കാരണം റൈഡറി വിടാൻ പറ്റുന്നില്ല. അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മുടി സെറ്റായിട്ടിരിക്കുമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? നമുക്കിനി ഈ റിവ്യൂലിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി. ഒരു SI ആണ് റിവ്യൂ ചെയ്യുന്ന കിളിമാനൂർ സ്റ്റേഷനിൽ. അപ്പോൾ വണ്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഹിമാലയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 2016 ലോഞ്ച് ചെയ്ത റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് റണ്ണായിക്കൊണ്ടിരുന്ന മോഡലാണ് ഹിമാലയ എന്ന് പറയുന്നത്. ഹിമാലയ 411 cc ആണ് പറയുന്നത്. നമ്മുടെ മോട്ടോർ സൈക്ലിങ്ങിൽ അഡ്വഞ്ചർ സെക്ഷനിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന മോഡൽ കൂടിയാണ് ഹിമാലയ എന്ന് പറയുന്നത്. ആ ഒരു മോഡലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൻ്റെ തന്നെ ഒരു മിനി വേർഷൻ വന്നതാണ് നമ്മുടെ ഹിമാലയൻ സ്ക്രാം 411. ഹിമാലയൻ സ്ക്രാം 411ന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വേരിയന്റ് ആണ് ഹിമാലയൻ സ്ക്രാം 440 എന്ന് പറയുന്നത്. സോ ആ ഒരു മോഡലാണ് നമ്മളിവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ ജിസാമുദ്ദീൻ സാറിനെ ഒരു ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ ഈ ഒരു ഇവന്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. മതി ബാക്കിയൊക്കെ ഞാൻ പറയാം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന കാര്യം കാണാൻ നിൽക്കില്ല. അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് എടുക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് റോയൽ എൻഫീൽഡ് സ്ക്രാംബ്ലർ 440. ഈ ഒരു വണ്ടി ഇന്നിപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കും, കാരണം ഇത് മുമ്പേ ഉള്ള വണ്ടിയിലെന്നൊക്കെ ചോദിക്കും. പക്ഷേ അത് സ്ക്രാംബ്ലർ 411 ഇത് സ്ക്രാംബ്ലർ 440 എന്നുള്ള മോഡലാണ്. അതിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റഡ് മോഡലാണെന്ന് കരുതിയാൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഇതിലോട്ടുള്ള വ്യത്യാസം പറഞ്ഞുതരാം. പക്ഷേ ഞാൻ ഒരു വണ്ടി മറ്റേ വണ്ടി ഞാൻ ഇതൊക്കെ റീൽ മാത്രമാണ് നേരത്തെ കണ്ടിട്ടുമില്ല, ഓടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകൾ ഈ വീഡിയോയിൽ കാണും. ജസ്റ്റ് ഒരു വാക്കറൗണ്ട് റിവ്യൂ മാത്രമായിരിക്കും ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ 411 cc വണ്ടി ഹിമാലയൻ്റെ ആ ഒരു സെയിം CC എൻജിൻ വെച്ചിട്ടുള്ള കുറച്ച് അതിനെ തന്നെ സ്മാളാക്കി ഇറക്കിയൊരു വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കാരണം ഈ ഹിമാലയനും എക്സ്പ്രസ്സും ഒന്നും ഓഫ് റോഡിങ്ങിൽ ഉണ്ടാക്കിയ തരംഗം വേറൊരു വണ്ടി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു സെയിം എൻജിൻ വെച്ച് തന്നെ വേറെ വണ്ടി ഇറക്കിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഓടിക്കാൻ പറ്റാത്തത്. പിന്നെ അന്ന് ഇത് ഇറങ്ങിയ സമയത്ത് എനിക്ക് ചാനലിന് അത്ര കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് അന്ന് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. ഇപ്പോൾ എന്തായാലും ലോഞ്ചിന് കറക്റ്റ് വന്ന് ലോഞ്ചെല്ലാം കഴിഞ്ഞപ്പോൾ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് വണ്ടിയുടെ കാര്യം വ്യത്യാസമായിട്ട് ഇതിൽ ഹാൽജ് മാറ്റി LED ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ്. ഇതിന് 2.84 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഒരു ട്രെയിൽ എന്ന് പറഞ്ഞ വേരിയൻ്റ് കൂടെ ഉണ്ട്. അതിൻ്റെ പ്രൈസ് വരുന്നത് 2.74 ആണ്. അപ്പോൾ ആ ഒരു പ്രൈസ് വ്യത്യാസമുണ്ട്. ഇതാണ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്. ഇതിലപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിൽ അലോയ് വീലും മറ്റേതിലാണെങ്കിൽ സ്പോക്ക് വീലുമാണ് വരുന്നത്. പിന്നെ ഈ ഒരു എഞ്ചിൻ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് കാണാനൊക്കെ സിമിലർ ആണെങ്കിലും ഇതിൻ്റെ ബോർ സൈസ് കുറച്ച് കൂടുതലാണ്. മറ്റതിൽ 411 ഇത് 440. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ബോർ സൈസ് അത്യാവശ്യം കൂടുതലായിരിക്കുമെന്ന്.
പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 15 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ ഇതിന് 2, 3, 4, 5 കളർ വേരിയൻ്റൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോഡാവും, അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കിളിമാനൂർ എംപയർ മോട്ടേഴ്സിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ നല്ല കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസും ടെസ്റ്റ് ഡ്രൈവിനൊക്കെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി എക്സോസിലോട്ട് തന്നെ തുടങ്ങാം അല്ലേ. ഇതാണ് വണ്ടിയുടെ ഒരു എക്സോസ് നോട്ട്. പിന്നെ എല്ലാവരും കാണിക്കുന്ന വ്യത്യാസമായിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും വണ്ടിയുടെ ഹോൺ ഉടന്ന് കേൾപ്പിക്കും. ഇതകത്ത് കുറച്ച് കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഈ ഹോൺ നല്ല രീതിക്ക് സൗണ്ടിലായിരിക്കും മിക്കവാറും കേൾക്കുന്നത്. നല്ല സൗണ്ടുണ്ട് ഹോൺ. സ്ക്രാംബ്ലർ 411 നിന്ന് വ്യത്യാസമായിട്ട് ഇതിൽ നിങ്ങൾക്ക് സ്വിച്ചബിൾ ABS എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് എത്രയും സെക്കൻഡ് കാത്തു പിടിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ റെയർ ABS ഓഫാക്കി വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോളൊക്കെ നിങ്ങൾ മെറ്റീരിയലൊക്കെ കണ്ടപോലെ തന്നെ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ ടൈപ്പ് മീറ്റർ കൺസോളാണ് വരുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പിന്നെ 10 ബട്ടൺ നാവിഗേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സാധനം ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സിലോട്ടൊക്കെ പറയുകയാണെങ്കിൽ 25 bhp-യും 34 Nm ഓഫ് ടോക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കറക്റ്റ് എഞ്ചിൻ സ്പെസിഫിക്കേഷൻ ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് വായിച്ച് നോക്കിയാൽ. ഞാൻ ഫുള്ളൊന്നും എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ഞാൻ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഫ്രണ്ട് 41 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്ക് മറ്റേ സ്ക്രാംബ്ലറിൽ കാണുന്ന പോലെ ഒരു മോണോഷോക്കുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ സൈഡിലോട്ടൊക്കെ വരികയാണെങ്കിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഇത് ഒരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ഓയിൽ പ്ലസ് എയർ കൂൾഡ് ആണ്, ലിക്വിഡ് കൂൾഡ് എഞ്ചിനല്ല. അപ്പോൾ അതിൻ്റെ പോലെ കാണും. ഇതിൽ കൈ വല്ലതും പിടിച്ച് നിങ്ങൾക്ക് കൈയൊക്കെ പൊള്ളി അടന്ന് വാരി ഊപ്പാട് വന്നേന്. പിന്നെ എൻ്റെ സീറ്റൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊരു വാക്കറൗണ്ട് റിവ്യൂ ആയിട്ട് കണ്ടാൽ ഇതിന് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. സീറ്റിംഗ് കംഫർട്ടും എല്ലാം ചുമ്മാ കാണുമ്പോൾ പറയത്തില്ല, ഓടിച്ചോക്കിലേ പറയത്തുള്ളൂ. പിന്നെ റോയൽ എൻഫീൽഡിന് എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. മാസം ഓരോ വണ്ടി പഴയ എഞ്ചിനൊക്കെ കുത്തി പൊട്ടി എല്ലാം പുതിയ വണ്ടികളായിട്ട് ഇറക്കുകയാണ്. ഇപ്പോൾ എല്ലാ സെഗ്മെൻറ്റിലും എനിക്ക് റോയൽ എൻഫീൽഡ് വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. അത് തന്നെ ഇപ്പോൾ ഇത് തന്നെ 400cc വണ്ടിയായിരുന്നു. അതിൻ്റെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് 440 ഇറക്കി, ഹിമാലയ 450 ഇറക്കി. പിന്നെ GTയുടെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് വെർഷനായിട്ടുള്ള മറ്റേ ആ ഒരു ബിയറിൻ്റെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പറഞ്ഞാൽ തീരാത്തത്ര വണ്ടികൾ റോയൽ എൻഫീൽഡ് ചറപ്പറ ഇറക്കി വിടുന്നുണ്ട്. മാർക്കറ്റ് പിടിക്കേണ്ട ഒരു സ്ട്രാറ്റജി ആണെന്ന് വരെ തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രേക്കിംഗ് ഇലക്ട്രോണിക്സ് ഒക്കെ ഞാൻ പറഞ്ഞ് കൊളവാക്കാൻ ഞാൻ സൈഡിൽ കൊടുത്തേക്കും. കാരണം ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വീഡിയോ എടുക്കാൻ വന്നുകൊണ്ട് ഞാൻ അധികം ഒന്നും പ്രിപ്പയർ ചെയ്യാൻ ടൈമും കിട്ടില്ല. പിന്നെ ഈ വീഡിയോ ഇന്നാണ് ഇറക്കിയത്. ഇതിന് മുമ്പേയൊക്കെ ലോഞ്ച് ചെയ്ത വണ്ടിയാണെങ്കിൽ ഞാൻ വേറെ ഇവിടുന്ന് കോപ്പി അടിച്ചതിൽ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞതിന് ഇന്നിപ്പോൾ കോപ്പി അടിക്കാനും ടൈം കിട്ടില്ല. എൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഈ വീഡിയോസ് മൊത്തം പറയുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ പ്രീവിയസ് വെർഷനായ 411 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നതെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. അത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈ ചില വണ്ടിയൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് തന്നെ 5 ഗിയർ, അതൊരു 400cc വണ്ടിക്കൊക്കെ 5 ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 ഗിയറുടെ വേണമെന്ന് തോന്നും. 6 ഗിയറുള്ള വണ്ടിക്ക് വരെ ചില വണ്ടികൾക്ക് നമുക്ക് 1 ഗിയറുടെ ഉണ്ടാകുന്നെങ്കിൽ കൊള്ളാനും തോന്നും. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് നല്ലൊരു ബെറ്ററുള്ള ഓപ്ഷൻ തന്നെയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ഓടി വരുന്ന ഈ വണ്ടിക്ക് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റൊക്കെ വരുന്നത് 795 mm ആണ്. അപ്പോൾ ഞാൻ കയറി ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യുന്നത് നോക്കണ്ട, എനിക്കൊരു 6 ഫീറ്റ് അടുപ്പിച്ച് ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിമാലയയിൽ കണ്ട പോലെ തന്നെ ഒരു ചെയിൻ സ്ലൈഡർ വരുന്നുണ്ട്. ഇതിൻ്റെ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ലാസ്റ്റിന് കൈയൊക്കെ ഇടയിട്ട് ചെയിനിൻ്റെ ഇടയിലായി പോവുകയാണെങ്കിൽ വലിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുവഴി സ്കിഡായതും കളയും. അപ്പം നമ്മൾ കൈക്കൊന്നും പറ്റില്ല, നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. റൈഡ് റിവ്യൂ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്ന ഹരി ബ്രോ. വണ്ടിയൊക്കെ വന്നപ്പോഴേ കറക്റ്റ് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് അതേപോലെ ഇറങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും പിന്നെ കളർ വേരിയൻസിൻ്റെ കാര്യമായിട്ട് കൊടുത്തേക്കാം. എന്തായാലും ഒന്ന് കയറി നോക്കിയാൽ. പിന്നെ ഇതേപോലത്തെ കൂടുതൽ കണ്ടൻസിനായിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഡൗട്ടും കാലൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ കമൻറ്റെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഇതുവരെയ്ക്കും ആരും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി ഉറക്കം കഴിഞ്ഞാലും ഞാൻ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണൂ. എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോയും ആരും കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ ഒരു പുതിയ വീഡിയോ കാണുന്നൊരു ബൈ.